വിദ്യാർത്ഥികൾക്കെതിരായി പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ 3:30 വരെ നിർത്തിവെച്ചു. അതേസമയം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. വിഷ്ണു തലവൂർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നും സമാനമായ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ്. ഇരുസഭകളും പലതവണ നിർത്തിവെച്ചു. നിലവിൽ ലോക്സഭ 3:30 വരെ നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസഭയിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ആര്യ, ലോക്സഭ എന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് നടത്തിവെക്കുന്നത്. അമിത്ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ലോക്സഭയിൽ അരങ്ങേറിയത്. എന്തായാലും രാജ്യസഭയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ 2 മണിയോടുകൂടിയാണ് അവതരിപ്പിച്ചത്. ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്രസംഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടുവരുന്ന ബില്ലെന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനാണ്. ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയൊക്കെ തന്നെ അതിക്രൂരമായിട്ടാണ് ദില്ലി പോലീസ് നേരിട്ടത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം വിമർശനം ഇന്ന് സഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിയിരുന്നു. ഇതിനു പുറമെ അമിത്ഷായ്ക്കെതിരെയും വലിയ വിമർശനം തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് അമിത്ഷാ അടച്ചിട്ട മുറിയിൽ ഇരിക്കുകയാണ്. തന്റെ പ്രസംഗം ഇത്തരത്തിൽ അമിത്ഷാ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. അമിത്ഷാ അത്തരത്തിൽ അടച്ചിട്ട മുറികൾക്ക് എക്കാലവും സംരക്ഷിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം അമിത്ഷായെ വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവരുമെന്നതടക്കമുള്ള പരാമർശം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്നുണ്ടായ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അരങ്ങേറുകയും ചെയ്തു. അത്തരത്തിൽ വലിയ ഭരണപക്ഷ വാക്കുതർക്കം തന്നെയാണ് ഇപ്പോഴും സഭയിൽ അരങ്ങേറുന്നത്.